ഇലക്ഷന്റെ 11ാം മണിക്കൂറിൽ ED വിട്ട് പ്രതിപക്ഷ നേതാക്കളെ പിടിച്ചകത്തിടുന്നു. ആ പ്രതിപക്ഷ പാർട്ടികളുടെ നികുതി ഭീകരതയിലൂടെ പ്രതിപക്ഷ പാർട്ടികളുടെ അവിടെ ഫണ്ടുകൾ മുടക്കി അവരെ ഇലക്ഷന് ഇറങ്ങാൻ കഴിവില്ലാത്തവരാക്കി മാറ്റുന്നു. ഇത് മാച്ച് ഫിക്സിംഗ് ആണെന്ന് പറയാണ് രാഹുൽ ഗാന്ധി. BJP കേസ് കൊടുത്ത് ശരിയാണ്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ, പൗരത്വ ഭേദഗതി ആവട്ടെ, ഇലക്ട്രൽ ബോണ്ട് അഴിമതി ആവട്ടെ, എല്ലാ കാര്യങ്ങളിലും പ്രാദേശിക വിഷയങ്ങളാൽ കൂടുതൽ ആഞ്ഞു ചർച്ച ചെയ്യുന്ന ഒരു കാലത്ത് മലപ്പുറത്ത് BJPയുടെ പ്രതീക്ഷ എന്താണ് ശ്രീ പ്രകാശ്? മലപ്പുറത്ത് ആകമാനം BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് BJP തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. ഇന്ത്യ രാജ്യത്ത് ഇപ്രാവശ്യം BJP 400 കൂടുതൽ സീറ്റുകൾ 410 സീറ്റുകൾ ജയിച്ചു വരുമെന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. 410 ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ എത്ര അധികം കിട്ടുമെന്നാണ്? 129 സീറ്റുകളാണ് ദക്ഷിണേന്ത്യയിലുള്ളത്. 129. ആ 129 സീറ്റുകളിൽ കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് കിട്ടിയത് 29 സീറ്റുകൾ. കർണാടകത്തിൽ 25 സീറ്റ്, തെലങ്കാനയിൽ 4 സീറ്റ്. ആ 29 സീറ്റിന്റെ 3 ഇരട്ടി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം. അതായത് കർണാടകത്തിലും അതുപോലെ തന്നെ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും കേരളത്തിലും ശക്തമായിട്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. നമുക്കറിയാം ആഷ്മി, ഈ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട്, കഴിഞ്ഞ 2014 മുതൽ 2024 വരെയുള്ള നരേന്ദ്രമോദിയുടെ ഭരണം വെച്ച് നോക്കുകയാണെങ്കിൽ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് ആഷ്മി പോലും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല, ഒരു ഭരണവിരുദ്ധ വികാരം ഈ രാജ്യത്തില്ല. ഈ രാജ്യത്ത് ഇപ്പം നേരത്തെ പറഞ്ഞു, നേരത്തെ കോൺഗ്രസിന്റെ ലീഗിന്റെയും അതുപോലെ തന്നെ CPM-ന്റെയും ഒക്കെ പ്രതി സംസാരിച്ചപ്പോഴും ഈ രാജ്യത്ത് കേരളത്തിലുള്ളത് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് പിണറായിയുടെ ഭരണവിരുദ്ധ വികാരമാണ്. ഞാൻ പറയട്ടെ, 2014 മുതൽ 2024 വരെ 10 വർഷക്കാലത്തെ നരേന്ദ്രമോദിയുടെ ഭരണം എന്ന് പറയുന്നത് ഈ ഭരണകാലത്ത് ആന്റി ഇൻകംബൻസി ഫാക്ടർ ഇല്ല എന്നത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ത്യ ഷൈനിങ് കാലത്തുള്ള പോലെയല്ല ഇപ്പോൾ ജനങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് 300-ലേറെ ജനോപകാര പ്രവർത്തനങ്ങൾ, പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് ജനങ്ങൾക്ക്, സാധാരണക്കാരനും പാവപ്പെട്ടവനും അവന്റെ നിത്യജീവിതത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി 10 വർഷക്കാലം വലിയ ശ്രമം നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 2014 കിട്ടിയതിനേക്കാൾ സീറ്റും വോട്ടും 2019 കിട്ടിയത്. അതിനേക്കാൾ സീറ്റും വോട്ടും 50%-ലേറെ വോട്ടുകൾ ഇന്ത്യ രാജ്യത്ത് പോൾ ചെയ്തതിന്റെ 50% വോട്ടുകൾ. എല്ലാം മറുപടി പറയാം സമയം തന്നാൽ. ഇലക്ട്രൽ ബോണ്ടും ഈ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ചോദിച്ചത്, അതിലേക്ക് ഞാൻ വരികയാണ്. അപ്പൊ ആഷ്മി, ഈ രാജ്യത്ത് കഴിഞ്ഞ 2014 2019 ഉണ്ടായേക്കാൾ കൂടുതൽ 50%-ലേറെ വോട്ടുകളും 410 സീറ്റുകളും ലഭിക്കുക എന്നാണ് BJP ലക്ഷ്യം. അതിനുള്ള പ്രവർത്തനമാണ് BJP നടക്കുന്നത്. അപ്പോൾ ആഷ്മി മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യത്ത് ആഷ്മി സൂചിപ്പിച്ചത് കെജ്രിവാളിന്റെ അറസ്റ്റാണ്. കെജ്രിവാളിന്റെ അറസ്റ്റ് നടന്നത് എങ്ങനെയാണ്? കെജ്രിവാളിന്റെ അറസ്റ്റ് നടക്കുന്നതിന് മുൻപ് ED 9 തവണ അദ്ദേഹത്തെ നോട്ടീസ് കൊടുത്തു. 9 തവണ അദ്ദേഹത്തെ നോട്ടീസ് കൊടുത്തു എന്ന് മാത്രമല്ല, ഈ നോട്ടീസിനെതിരെ അദ്ദേഹം അവസാനം നമ്മുടെ ഡൽഹി ഹൈക്കോടതിയിൽ അദ്ദേഹം പോയി. ഡൽഹി ഹൈക്കോടതി അദ്ദേഹത്തിന്റെ പെറ്റീഷൻ തള്ളിയതിന് ശേഷമാണ്, ശ്രദ്ധിക്കണം, ഒരു മുഖ്യമന്ത്രിയെ, ഒരു നാടിന്റെ മുഖ്യമന്ത്രിയെ ED എന്ന് പറയുന്ന സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി അറസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? 9 തവണയും അദ്ദേഹം നോട്ടീസിന് വേണ്ടി നോട്ടീസ് പ്രകാരം അല്പസമയം മുൻപാണ് സഞ്ജയ് സിംഗ് എംപിക്ക് ജാമ്യം കൊടുത്തു. സഞ്ജയ് സിംഗ് എംപി, അതായത് മദ്യനയ അഴിമതി കേസിൽ സഞ്ജയ് സിംഗ് എംപിക്ക് ജാമ്യം കോടതി പറയലാണ്. ഈ നാളായിട്ടും ഒരു തെളിവിന്റെ കഴിഞ്ഞിരുന്ന് കോടതിയാ പറയുന്നത്. ഒരു തെളിവില്ല. ആകെയുള്ള മാപ്പ് സാക്ഷിയുടെ മൊഴി നിങ്ങൾക്ക് 50 മാപ്പ് സാക്ഷി. ഞാൻ പറയട്ടെ, തെളിവുണ്ട് എന്ന് പറഞ്ഞത് ആദ്യമായി പറഞ്ഞത് BJP അല്ല. ആദ്യമായി പറഞ്ഞത് ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അനിൽകുമാറാണ് ആദ്യമായി പറഞ്ഞത്. ഇദ്ദേഹം കള്ളത്തരം നടത്തിയിരുന്നു, ഇദ്ദേഹം കട്ടിട്ടുണ്ട്, ഇദ്ദേഹം അഴിമതി നടത്തിയിട്ടുണ്ട്. അതിനുശേഷം പറഞ്ഞത് കോൺഗ്രസിന്റെ വക്താവാണ്. വക്താവ് പറഞ്ഞു. അതിനുശേഷം തെലങ്കാനയിൽ നടന്ന റാലിയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു, കവിതക്കൊപ്പം കട്ടതിൽ ആരുണ്ട്? കെജ്രിവാൾ ഉണ്ട്. തെളിവില്ല എന്ന് പറയും. ഞാൻ പറയാം, അതിലേക്ക് വരാം. സഞ്ജയ് സിംഗ് എംപിക്ക് സുപ്രീം കോടതി ജാമ്യം കൊടുത്തു. പിടിച്ചെടുത്ത പണമില്ല എന്ന് പറയുകയാണ്. പിടിച്ചെടുത്ത പണവും ഇല്ല, 50 കോടി നിങ്ങളുടെ പോക്കറ്റിലാണ്. 50 കോടി നിങ്ങളുടെ പോക്കറ്റിലാണ്. എന്നെ പറയാൻ വെച്ചാൽ ജനങ്ങൾ കാര്യം മനസ്സിലാവും. കേട്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ കാര്യം മനസ്സിലാവണ്ടേ? അതായത് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കിയ കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുത്തു. അറസ്റ്റ് ചെയ്ത ജാമ്യാപേക്ഷ കൊടുത്ത കോടതി ED കേസിൽ ഇദ്ദേഹത്തെ EDക്കാണ്
കൈമാറിയത്. എന്തുകൊണ്ടാണ് അത് മാത്രമല്ല അതെന്തുകൊണ്ടാണ് രായ്ക്ക് രാമായണം രാവിലെ ഏറ്റവും പുലർച്ചെ സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തു. എന്തുകൊണ്ടാണ് മനു ഒന്നും മനസ്സിലാക്കൂ. സുപ്രീം കോടതി അദ്ദേഹത്തിന്റെ പെറ്റീഷൻ സുപ്രീം കോടതിയിൽ ഹിയറിംഗിന് വന്നപ്പോൾ ആ ഹിയറിംഗ് കഴിഞ്ഞ ശേഷം അദ്ദേഹത്തെ ഹാജരാക്കാമെന്ന് കേന്ദ്രത്തിന്റെ വക്കീൽ പറഞ്ഞപ്പോൾ, ഇഡിയുടെ വക്കീൽ പറഞ്ഞപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് അവർ കൊടുത്ത പെറ്റീഷൻ പിൻവലിച്ച് പോയി. അതുപോലെ തന്നെ ഡൽഹി ഹൈക്കോടതി അദ്ദേഹത്തിന്റെ പെറ്റീഷൻ ആദ്യമേ തള്ളി, അദ്ദേഹത്തെ ഇഡിയുടെ കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുത്തു. അദ്ദേഹത്തിന് വീണ്ടും ജാമ്യം കൊടുത്തില്ല. എന്തുകൊണ്ടാണത്? ഏപ്രിൽ മാസം 15 വരെ. ഞാൻ പറയട്ടെ, PMLA വകുപ്പിന്റെ മാരകത്വം കൊണ്ടാണ്. കഴിഞ്ഞ വർഷം കേസ് പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി ചോദിച്ചു, തെളിവുണ്ടോ? സഞ്ജയ് സിംഗ് ചോദിക്കുന്നു, തെളിവുണ്ടോ? തെളിവിന്റെ ഒന്നുമില്ലാതെ ആകെയുള്ള വാക്ക് മാത്രം. ഒരു തെളിവുമില്ലാതെ ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുവാനും ആ മുഖ്യമന്ത്രിയെ ജയിലിൽ പാർപ്പിക്കാനും അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാനും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ കൂട്ടുനിൽക്കുമെന്നാണ് ആഷ്മിക്ക്. അതാണ് PMLA സാർ. അതാണ് PMLA. എനിക്ക് PMLA കുറിച്ച് അറിയാം. ഞാൻ പറയട്ടെ, ഞാൻ പറയുന്നത് കേൾക്കൂ. അദ്ദേഹം പലതവണ പല കോടതിയിൽ പോയിട്ടും അദ്ദേഹത്തിന്റെ കേസിന് കൃത്യമായിട്ട് ഇഡിക്ക് അന്വേഷിക്കേണ്ടത് കവിതയും അദ്ദേഹത്തെയും ഒന്നിച്ചിരുന്ന് ചോദ്യം ചെയ്യാനാണ്. പറയാൻ അനുവദിക്കൂ. എന്നെ പറയാൻ അനുവദിച്ചാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തെ കവിതയെയും അറസ്റ്റ് ചെയ്ത കവിതയെയും അദ്ദേഹത്തെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അദ്ദേഹത്തിന് 9 തവണ നോട്ടീസ് കൊടുത്തത്. ഈ 9 തവണ നോട്ടീസ് കൊടുത്ത് അദ്ദേഹത്തിന്റെ മടിയിൽ കനമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇഡിയുടെ നോട്ടീസിന് വേണ്ടി അവിടെ ഹാജരാവാതിരുന്നത്? എന്തുകൊണ്ടാണ് പോകാതിരുന്നത്? ഞാൻ പറയട്ടെ, അങ്ങനെ ഈ രാജ്യത്ത് കോടതികൾ പോലും അനുകൂലമായ ഒരു നിലപാട് ഈ കെജ്രിവാൾ നൽകിയില്ല. ഇനി ബോണ്ടിലേക്ക് ഞാൻ വരദൂരി പറയാൻ അനുവദിക്കൂ. നമ്മുടെ കോൺഗ്രസിന്റെ ഫണ്ട് പിടിച്ചു എന്ന് പറഞ്ഞില്ലേ, ആഷ്മി എന്ന് തുടങ്ങിയത് 94 മുതൽ 95 കാലത്ത് നമ്മുടെ സീതാറാം കേസരി കോൺഗ്രസിന്റെ ട്രഷറർ ആയിരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള IT ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള ITയുടെ അക്കൗണ്ട് കറക്റ്റ് ആയി മെയിൻറ്റെയിൻ ചെയ്തു. ഞാൻ പറയട്ടെ അതിനെതിരെ 2016 ഞാൻ അതിന് നാൾവഴികൾ പറയട്ടെ, ആളുകൾക്ക് മനസ്സിലാവണ്ടേ. അതായത് 2004 മുതൽ 2005 വരെയുള്ള പ്രശ്നം 2016 മുതൽ സുപ്രീം കോടതിയിൽ പെൻഡിംഗ് ആണ്. 2016 മുതൽ പിന്നീട് 2014 മുതൽ 2020 വരെയുള്ള കാലം, 2014, 15, പിന്നെ 15, 16 അങ്ങനെയുള്ള 2020 വരെയുള്ള സംഗതികളിൽ എത്രയോ തവണ തെളിവുള്ളത്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് എന്തും വിളിച്ചു പറയാം. ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് ഒരു ഉത്തരവ് അവർ കിട്ടാതെ? ഞാൻ പോകുന്നുണ്ട്. 13A എന്ന ഇൻകം ടാക്സ് ആക്ടിന്റെ അനുകൂലം കിട്ടണമെങ്കിൽ ITR 7 എന്ന് പറഞ്ഞ ഫോം ഫിൽ ചെയ്തു. ഞാൻ പറയട്ടെ, അത് കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് കമ്മിറ്റിയുടെ കയ്യിലുള്ള പണത്തിന് കണക്കില്ല. അതിന്റെ 135 കോടി പിടിച്ചു പറയല്ല. ഇത്രയും സമയം കിട്ടിയിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് അതിന് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം, ഇൻകം ടാക്സ് ആക്ട് എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്ത് എല്ലാവർക്കും ബാധകമായതാണ്. രാഷ്ട്രീയ പാർട്ടിക്കും ബാധകമാണ്. ഞാൻ പറയട്ടെ, 2017-18 42 കോടി അൺഡിസ്ക്ലോസ്ഡ് ആണെങ്കിൽ 4000 കോടി പിടിക്കണമെന്ന് കോൺഗ്രസ് പറയാണ്. കോൺഗ്രസ് പേപ്പർ അടക്കം പുറത്തോട്ട് പറയലാണ്. ഒരു സ്വതന്ത്ര അന്വേഷണ ഏജൻസി ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളതല്ല. ഇത് കേന്ദ്ര ഗവൺമെന്റ് നേരിട്ടുള്ള കൺട്രോളിൽ സ്ഥാപനങ്ങളല്ല. ഒരു കാര്യം മനസ്സിലാക്കൂ. ഈ രാജ്യത്ത് അന്വേഷണ ഏജൻസി കേരളത്തിലെ പോലീസ് ആയാലും ശരി, ED ആയാലും ശരി, IT ഡിപ്പാർട്ട്മെന്റ് ആയാലും ശരി, അതിനെ സ്വതന്ത്രമായി നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഈ രാജ്യത്തെ ജനങ്ങളുടെ ഖജനാവിലേക്ക് അടക്കേണ്ട നികുതി അടക്കേണ്ടതിന് ബാധ്യത കോൺഗ്രസിനുണ്ട്. നിറവേറ്റത്തോളം കാലം ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നടപടികൾ അതിന് കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. മേഖലയിൽ നിങ്ങൾ റെയ്ഡ് നടത്തും, പിന്നാലെ കോടികൾ. മറ്റ് വേദാന്തയിൽ റെയ്ഡ്
പിന്നാലെ കോടികൾ, ആഷ്മി, DLF ൽ റെയ്ഡ് ഇതൊക്കെ- പിന്നാലെ കോടികൾ. ഇതൊക്കെ ഇതാരോട് ആഷ്മി പറയുന്നതാണ് ഒരു സാർ അഴിമതി വിരുദ്ധത? തെളിവുമില്ലാതെയുള്ള എന്ത് തെളിവ്? ആരോപണങ്ങളാണ്. ഏത് തെളിവില്ലായ്മ? മറ്റത് സാർ, കോടതിയിലെ ഒരു റിപ്പോർട്ടാണ്. സ്വതന്ത്ര ഏജൻസി നടത്തുന്ന സാർ, SBI പുറത്തുവിട്ട രേഖയാണ് ഞാൻ പറയുന്നത്. അന്വേഷണമായി SBI പുറത്തുവിട്ട രേഖയാണ്. DLF ൽ റെയ്ഡ് നടത്തി പിന്നാലെ 170 കോടി അല്ലേ? കാര്യം ചോദിക്കട്ടെ, സാർ, എന്ത് അഴിമതി വിരുദ്ധതയാണ് നിങ്ങൾ ഈ പറയുന്നത്? ബോണ്ട് വാങ്ങാത്ത രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ ആരാണുള്ളത്? സാർ, റെയ്ഡ് നടത്തി ബോർഡ് വാങ്ങിയ ആരാളെ? റെയ്ഡ് നടത്തി ബോർഡ് വാങ്ങിയ ആരാളെ? CPIM വാങ്ങിയിട്ടില്ല. റെയ്ഡ് നടത്തി കയ്യിൽ നിന്നും സാർ, റെയ്ഡ് ഞങ്ങളാണ് നടത്തി കേസ് ബോർഡ് വാങ്ങിയ കൊടുത്ത് ആരാളെ? സുപ്രീം കോടതിയിൽ പോയി 25 കോടി രൂപ ഓക്കേ, ഓക്കേ, ഓക്കേ. കള്ളക്കളി വെളിച്ചത്ത് കൊണ്ടുവന്നത് ഞങ്ങളാണ്, ഇടതുപക്ഷമാണ്. അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റി ഓക്കേ, ഓക്കേ, എത്താം, അവരുടെ എത്താം. കണക്കാണ്. ആ, ആ. ഞങ്ങൾ പറയുന്നല്ല. ആ. ഇടതുപക്ഷ പാർട്ടികൾ 25 കോടി രൂപ ആ. DMK കൊടുത്തിരിക്കുന്നു. ഓക്കെ, ആരുടെ ഓക്കെ, ഓക്കെ. പണമാണ്? സാർ, 6000 കോടി 25 ലക്ഷോ എന്താ പറയുന്നത്? 25 ലക്ഷം ശരി, ശരി, ഓക്കേ, ഓക്കേ. കോടി. ആ. ഇവരൊക്കെയാണ് 1000 കോടി. 6000 കോടി എന്തിനാണ് ഇരിക്കുന്നത്? 6000 കോടി. CPIM ആണ് കോടതിയിൽ പോയി നിങ്ങളുടെ ഈ അഴിമതി പുറത്തുകൊണ്ടുവന്നത്. രാജ്യസഭയിലും ലോക്സഭയിലും എംപിമാരുള്ള രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് സാർ, ബീഫ് കയറ്റി സംഭാവന കിട്ടില്ലേ? സാർ, ബീഫ് ആഷ്മി കയറ്റി അതിന് അയക്കുന്ന കമ്പനി നിങ്ങൾ പൈസ വാങ്ങി. എന്താണ് ബീഫ് ആഷ്മി കയറ്റി അയക്കുന്ന പറയുന്നത്? കമ്പനി നിങ്ങൾ പൈസ വാങ്ങി. എന്താണ്? നാണോ ഉണ്ടോ സാർ? ഇലക്ട്രൽ നാണോ ഉണ്ടോ സാർ? ബോണ്ട്? ആ, ആ. ആഷ്മി മനസ്സിലാക്കേണ്ടത് ആ, ആ. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് എന്നാ- കള്ളപ്പണമല്ല, എവിടുന്ന് അത് വാങ്ങാം? സുതാര്യമായ പണമാണ്. സാർ, എവിടുന്ന് വാങ്ങാം? അത് ഈ അത് രാജ്യത്തെ ബീഫ് ജനങ്ങൾ കയറ്റി കൊടുക്കുന്ന ചെയ്യുന്നതാണെങ്കിലും ദാവൂദ് ഇബ്രാഹിം ആണെങ്കിലും എവിടുന്ന് വാങ്ങാൻ നിൽക്കല്ലേ? എന്റെ പണം. ആഷ്മി, കാശ് ഈ ആയാൽ മതി. ബാലിശമായ ചോദ്യങ്ങൾ ആ, ഓക്കേ, ഓക്കേ, ചോദിക്കാതെ എത്താം. ഉത്തരം കേട്ടാൽ ഞാൻ അത് പറഞ്ഞതാണ്. കൃത്യമായി മനസ്സിലാക്കാനുള്ള ശരി, ഓക്കെ, ആ ഒരു ഓക്കെ, 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 എത്താം, 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 മാനസികാവസ്ഥയെങ്കിലും എത്താം. ആഷ്മിക്ക് വേണം. എത്താം. അല്ലാതെ ശരി, ശരി. ബാലിശമായ ചോദ്യങ്ങൾ ചോദിക്കും.